ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാൻ കടലിലും രൂപപ്പെട്ട ചക്രവാതച്ചുഴി കാരണം ഒരു ഇടവേളയ്ക്കുശേഷം കേരളത്തിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ വീണ്ടും മഴസാധ്യതയെന്ന് മെറ്റ്ബീറ്റ് വെതർ. വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം വിടവാങ്ങിയ ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിഗമനം. ശ്രീലങ്കയിൽ ഇന്നുമുതൽ മഴ ലഭിച്ചു തുടങ്ങും. കിഴക്കൻ കാറ്റ് തമിഴ്നാട് തീരത്ത് ശക്തിപ്പെട്ടതോടെ ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാട് തീരത്ത് മഴ ലഭിക്കാൻ സാധ്യതയേറി. ചെന്നൈ മുതൽ കന്യാകുമാരി തീരം വരെയുള്ള മേഖലകളിൽ മഴസാധ്യതയുണ്ട്. 13 മുതൽ 15 വരെ ഒറ്റപ്പെട്ട മഴ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും കേരളത്തിലും ലഭിച്ചിരുന്നു. ഈ പ്രദേശങ്ങളിൽ വീണ്ടും മഴസാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. തമിഴ്നാട് തീരത്ത് ശക്തമായ മഴ ഇന്നുമുതൽ പ്രതീക്ഷിക്കാം. ശേഷം തമിഴ്നാടിന്റെ ഉൾനാടൻ മേഖലയിലേക്കും മഴ വ്യാപിക്കും. കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ നാളെയെത്തുന്ന മഴ 20-നായിരിക്കും കൂടുതൽ ശക്തമായി ലഭിക്കുക. അറബിക്കടലിൽ നിലവിലുള്ള MJOയുടെ സ്വാധീനഫലമായി ഇവിടെ രൂപപ്പെടുന്ന മേഘങ്ങൾ മൂലം മാലദ്വീപിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകും. കേരളത്തിൽ നാളെ മുതലാണ് മഴ ലഭിക്കുക. ഒറ്റപ്പെട്ട ഇടത്തരം മഴ നാളെ ലഭിച്ചു തുടങ്ങും. മധ്യ തെക്കൻ കേരളത്തിലെ കിഴക്കൻ മേഖലകളിലാണ് മഴസാധ്യതയുള്ളത്. ചക്രവാതച്ചുഴിയിൽ നിന്ന് വടക്കോട്ട് കേരളത്തെയും തമിഴ്നാടിനെയും സ്വാധീനിക്കും വിധം ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടത് മഴയ്ക്ക് കൂടുതൽ അനുകൂല അന്തരീക്ഷസ്ഥിതി ഒരുക്കുമെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.